السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه برضا الله أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله. ആദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു ശ്രോതാക്കളെ, പ്രതിപാദ്യ വിഷയം മേൽ പറയപ്പെട്ട ആയത്താണ്. സൂറത്തുൽ ഹുജറാത്ത് അത് മദീനയിൽ അവതരിക്കപ്പെട്ട സൂറത്താണ്. മാത്രമല്ല, സൂറത്തുൽ ഹുജറാത്തിന്റെ പ്രത്യേകതകളെ നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകളും അതുപോലെ തന്നെ സമൂഹത്തോട് നാം പാലിക്കേണ്ട ഒരുപാട് മര്യാദകളും നമുക്കതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ആദ്യ 3 ആയത്തുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള അദബുകളാണ്. അതിന്റെ കാരണത്താൽ ഇറങ്ങി വന്ന ആയത്തുകളാണ് ആദ്യത്തെ 3 ആയത്തുകൾ. അതിലെ 2ാമത്തെ ആയത്താണ് പരാമർശിക്കപ്പെട്ടത്. ആയത്ത് പറയുന്നു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്. എന്നാലോ നിങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ വെച്ച് വളരെ പതിയെയും സ്വകാര്യം അവതരിപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പരസ്പരം സംസാരിക്കുന്നത് പോലെ അത് ചിലപ്പോൾ നിങ്ങളുടെ അമലുകളെ പൊളിച്ചു കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആ വിഷയം അറിഞ്ഞിരിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള 2ാമത്തെ അദബിലായി മുഫസ്സിരീങ്ങൾ എണ്ണുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ എന്നിടം മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നുണ്ട്. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹുവും ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ അവർ തമ്മിൽ ഖിലാഫുകൾ സംഭവിക്കുകയാണ്, വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്നു. പരസ്പരം അവർ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളും ഉയർന്നു പോയപ്പോ ആയത്ത് ഇറങ്ങി, ലാ തർഫഉ സൗത ഫൗക സൗത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനു ശേഷമോ മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വെച്ച് വളരെ സൗമ്യമായ നിലയിൽ വളരെ പതുക്കെ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാറുമുള്ളൂ. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ് ഉമറെ നിങ്ങൾ പറഞ്ഞത്? ആ അവസരത്തിലാണ് ഒന്നുകൂടെ ശബ്ദത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാര്യം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ആയത്തിനിടയിൽ തന്നെ മുഫസ്സിരീങ്ങൾ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ കീഴിൽ ഇറങ്ങിയത്. മറ്റൊന്ന് കാണാം, മഹാനരായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ ജമാഅത്തിന് കാണുവാനില്ല, സാമൂഹിക ക്രമങ്ങളിൽ കാണാനില്ല. ഇത് അന്വേഷിച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, നബിയെ, അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം വീട്ടിൽ തലമുണ്ടനം ചെയ്തുകൊണ്ട് എന്തോ ഒരു ബാധയേറ്റതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഷെറ് പിടിപെട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കാന യർഫഉ സൗതഹു ഫൗഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഹബിത അമലുഹു ഫഹുവ മിൻ അഹ്ലിൻ നാർ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാളും എന്റെ ശബ്ദത്തെ ഉയർത്തി, അതുകൊണ്ട് എന്റെ അമൽ പൊളിഞ്ഞു പോയി, ഞാൻ നരകക്കാരനാണ് എന്ന ആവലാതിയിൽ വീട്ടിൽ എന്തോ ഒരു ബാധയേറ്റതുപോലെ അടങ്ങിക്കൂടിയിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞു. അന്നേരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്ത് ബിൻ ഖൈസിനെ വിളിപ്പിച്ചു.
കാര്യങ്ങൾ അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൽ അൻത മിൻ അഹ്ലിൽ ജന്ന. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വഹാബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ യമനിൽ പോയാൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുമായി ഇസ്ലാമിന്റെ ശരീഅത്ത് അഭിസംബോധന ചെയ്യുക? അവർ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് ശർഅ പറയും. അതും നിങ്ങൾക്ക് എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ സുന്നത്ത് പ്രകാരം ഞാൻ അവിടെ ശരീഅത്ത് അവതരിപ്പിക്കും. അതുമില്ലെങ്കിൽ ഞാൻ എന്റെ ഇജ്തിഹാദ് നടത്തും, എന്റെ അറിവനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് സഹോദരങ്ങളെ. എന്താണ്? നമ്മുടെ അധ്യാപകരാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും അവരെക്കാളും മുൻ കടന്നുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ സാധിപ്പിക്കരുത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേ നിങ്ങളുടെ കാര്യങ്ങൾ തഖ്ദീം ചെയ്യരുത്, ലാ തുഖദ്ദിമു എന്ന് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. അതിനെ തുടർച്ചയായിട്ടാണ് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. നിങ്ങൾ രണ്ടാമത്തെ അദബായി പറയുന്നത് നബി തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്. ഇത് നാം പാഠം ഉൾക്കൊള്ളേണ്ടത് ഇക്കാലത്ത് നമ്മുടെ അധ്യാപകരോട്, മാതാപിതാക്കളോട്, മുതിർന്നവരോട്, ഇവരോടൊക്കെ ഈ ഒരു അദബ് നാം പാലിക്കുമ്പോഴേ അതിന്റെ സാമൂഹ്യ ക്രമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, ഖുർആൻ പഠിപ്പിച്ചു തന്ന ആ ഒരു സാമൂഹ്യ ക്രമത്തിൽ നമുക്ക് ഈ അദബുകൾ അവതരിപ്പിക്കാനും നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.